الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا. പ്രിയമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ തുടർച്ചയെന്നോണം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ആ വിഷയത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നാം കേട്ടു, ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ലക്ഷ്യം വെച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പല കോണുകളിൽ നിന്നും നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകമായ സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്.
മുസ്ലിം ആണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്ലാമാണ് തൻ്റെ മതം എന്ന് പറയാൻ പോലും, പുറത്തു പറയാൻ പോലും മടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളവർ തന്നെക്കുറിച്ചും തൻ്റെ മതങ്ങളെക്കുറിച്ചും അവരുടെ മനസ്സുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വേവലാതിയും ഒക്കെയുള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പല തരത്തിലുള്ള പ്രോപ്പഗണ്ടകളും പ്രചാരണങ്ങളും ഒക്കെ പല വിധത്തിലും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. കുറേയൊക്കെ നമുക്കൊക്കെ അറിയാം. അല്ലെ, നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് തീവ്രവാദം, ഭീകരവാദം എന്നൊക്കെ പറഞ്ഞിട്ട്. തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാമിൻ്റെ മുഖമുദ്രയാക്കി മാറ്റാനുള്ള ഒരു വലിയ ശ്രമങ്ങൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല നിഷ്പക്ഷരായ മനസ്സുകളെയും ഇത്തരത്തിലുള്ള നുണ പ്രചാരണങ്ങൾ കൊണ്ട് തെറ്റിക്കുവാനും ഇസ്ലാമിനോട് ശത്രുത മനോഭാവം വളർത്തുവാനും ഒരു പരിധിവരെ ഇത്തരക്കാർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മളൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇതൊക്കെ ചില താല്പര്യങ്ങളാണ്. ചില തരത്തിലുള്ള പലർക്കും പല വിഷയങ്ങളാണ്. രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെ ധ്രുവീകരിച്ചുകൊണ്ട്, മത ധ്രുവീകരണം നടത്തിക്കൊണ്ട് രാഷ്ട്രീയ ലാഭം എത്രമാത്രം നേടിയെടുക്കാമെന്നുള്ള ചിന്തയാണ് അവരെ ഇത്തരത്തിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഈ രംഗത്തേക്ക്, പ്രത്യേകിച്ചും ഇലക്ഷൻ കാലഘട്ടങ്ങളിലേക്കൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സാങ്കേതികമായ പദങ്ങൾ ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ ഇവിടെ വളരെ വലിയ ചർച്ചാ വിഷയമാക്കും. അതിൽപ്പെട്ട കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു കാഫിറിൻ്റെ പ്രയോഗം. കാഫിർ എന്ന പ്രയോഗം ഒരു ഇലക്ഷൻ കാലഘട്ടത്തിൽ വടകര ഇലക്ഷൻ നടക്കുമ്പോൾ ഉണ്ടായതാണ് കാഫിർ പ്രയോഗം. അതേപോലെ തന്നെ പിന്നെയും ഓരോ ദിവസങ്ങൾ കഴിയും തോറും പുതിയതുമായിട്ടൊക്കെ പലതരത്തിലുള്ള പ്രചാരവേലകൾ നടക്കുന്നുണ്ട്. അപ്പം അതിൽ കേട്ട ഒന്നാണ് മലപ്പുറം. സാധാരണ നമ്മുടെ നാട്ടിൽ ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. അതിൻ്റെ പിന്നിൽ വലിയ മാഫിയകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് അത് എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു മാഫിയ സംഘം അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചിലതൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്, കസ്റ്റംസുകാർ പരിശോധിച്ച് പിടിക്കുന്നുണ്ട്, ചിലരൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചാണ് അത് നടക്കുന്നത്. പക്ഷേ അവിടെയും മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും അവരുടെ വർത്തമാനങ്ങളിൽ പരാമർശിക്കുകയാണ് മലപ്പുറം എന്ന്. ഈ സ്വർണ്ണക്കടത്തിൻ്റെ കേന്ദ്രം മലപ്പുറമാണ്. അതിൻ്റെ പിന്നിൽ അത് ലക്ഷ്യം വെക്കുന്നത് മറ്റൊന്നാണ്. മലപ്പുറത്തുകാർ എന്ത് തെറ്റാണ് ചെയ്തത്? മലപ്പുറത്തുകാർ എല്ലാവരും ഇതുപോലുള്ള കള്ളക്കടത്തുകാരാണോ? ആ രീതിയിലാണ് വർത്തമാനം പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിക്കിനെ മലപ്പുറത്തെ വലിച്ചിഴക്കുന്നു. ഏറ്റവും നന്നായി എല്ലാവരും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്ന, മതസൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു നാടിനെ അത് ഭീകരതയുടെ നാടാക്കി ചിത്രീകരിക്കുന്ന അവസ്ഥകളും നമ്മൾ കണ്ടുവരികയാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലങ്ങളായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്.
ഉപതെരഞ്ഞെടുപ്പുകൾ ഫലങ്ങൾ പുറത്തു വന്നു. ചിലരൊക്കെ ജയിച്ചു, ചിലർ തോറ്റു. ജനങ്ങൾ അവരവരുടെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തു. അതിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം അവിടെ വർഗീയ ഫാസിസ്റ്റുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് പാലക്കാട് എന്ന് പറയുന്നത്. അവിടെ മുനിസിപ്പാലിറ്റിയൊക്കെ അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് ഭരിക്കുന്നത്. അപ്പം അവർക്ക് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പാലക്കാടിനെ തങ്ങളിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ അവിടെ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം ഈ ഫാസിസ്റ്റുകൾക്ക് വേണ്ടി വോട്ട് കൊടുത്ത പ്രദേശങ്ങൾ പോലും അവരെ കൈവിടുന്ന കാഴ്ചയാണ്. അവരെ അതിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് അവര് വർഗീയത കൈയൊഴിച്ചു എന്നാണ് അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് ഫലം പോലും എന്താണ്, പിന്നെ ആ തെരഞ്ഞെടുപ്പ് പരാജയം അംഗീകരിക്കേണ്ടതിന് പകരം ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അവിടെ പിന്നെയും വർഗീയത പറയുക, അവിടെ വർഗീയ വോട്ടുകൾ കൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി ജയിച്ചത്. സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട കാര്യം. അപ്പം വർഗീയതയെ കൈയൊഴിച്ച് കൊണ്ട് അത്തരത്തിൽ പൊതുധാരയിലേക്ക് വന്ന ആളുകളെ, അത്തരം സങ്കുചിത മനസ്സുമായി ജീവിച്ച ആളുകൾ അവരുടെ വിശാലമായ മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ട് അവർ ജനാധിപത്യ മാർഗത്തിലേക്ക് ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ നാട്ടിലെ എല്ലാവരും ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ചിന്തിച്ചുകൊണ്ട് വോട്ട് ചെയ്തു അവരുദ്ദേശിച്ച സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ അതിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? അവരുടെ ആ സങ്കുചിത മനസ്ഥിതി അവർ ഉപേക്ഷിച്ചല്ലോ. അപ്പോൾ അവരെ അഭിനന്ദിക്കുന്നതിന് പകരം അവിടെയും ദുർവ്യാഖ്യാനങ്ങൾ ചമയ്ക്കുകയാണ്. വേറെ പലതും പിന്നെ വർഗീയ കക്ഷികളുടെ വോട്ട് നേടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഉത്തരവാദിത്തപ്പെട്ടവർ ഇങ്ങനെ പ്രതികരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന്. പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടു, പരാജയം സമ്മതിക്കണം. അത് ഈ തോൽവിയും വിജയവും ഒക്കെ ഇലക്ഷനിലുള്ളതാണല്ലോ. ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോൽക്കും. സാമാന്യമായ നീതിയാണത്. അപ്പോൾ അവിടെ പോലും ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ സഹോദരങ്ങളെ, ഈ പോക്ക് ശരിയല്ല എന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ളത്. പ്രത്യേകിച്ചും മതേതരത്വവും ബഹുസ്വരതയുമെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട കക്ഷികൾ, രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. ഇന്ന് തോറ്റാൽ നാളെ ജയിക്കാം. അവർ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നാട്ടിലെ മനുഷ്യർക്ക് നൽകണം. അവർക്ക് കിട്ടിയ അവസരം അവർ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. എങ്കിൽ അവർക്ക് വീണ്ടും വിജയിക്കാം. അല്ലെങ്കിൽ ജനങ്ങൾക്കാണല്ലോ അധികാരം. ജനങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്ത ഒരു അധികാരികളാണ് അധികാരത്തിലുള്ള അവരെ മാറ്റാനും ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതാണ് തെരഞ്ഞെടുപ്പിലൊക്കെ പ്രതിഫലിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, കേരളം എന്ന് പറയുന്നത് ഒരിക്കലും വർഗീയതയ്ക്ക് ഒരിക്കലും അംഗീകാരം നൽകപ്പെടാത്ത ഒരു സംസ്ഥാനമാണ് ഈ കേരളം, മലയാള നാട് എന്ന് പറയുന്നത്. ഒരിക്കലും അത്തരത്തിലുള്ള വിഭാഗീയ ചിന്തകൾക്ക് ഒരിക്കലും വശംവദരായിട്ടില്ല കേരളത്തിലെ പൊതുജനം എന്ന് പറയുന്നത്. പൊതുമനസ്സ്, കേരളത്തിൻ്റെ പൊതുമനസ്സ് അതാണ്. അങ്ങനെയാണ് മലയാളികൾ. അവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാവരും തോളോട് തോള് ചേർന്ന് കൊണ്ടാണ് അവർ
ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ നാട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് പറയാത്ത ഒട്ടനവധി പ്രത്യേകതകൾ നമ്മുടെ നാടിന് ഉണ്ട്. ഒട്ടനവധി പ്രത്യേകതകളുള്ള നാടാണ് ഈ മലയാള നാട്. ആ മലയാള നാട്ടിൽ ഒരിക്കലും വർഗീയത ഒരിക്കലും വിലപ്പോവുകയില്ല. വർഗീയത പറഞ്ഞു വരുന്നവർ അവർക്കത് ഉപേക്ഷിക്കേണ്ടി വരും, അവർക്കത് തെറ്റിതിരുത്തേണ്ടി വരും. മറ്റു സംസ്ഥാനങ്ങളെ പോലെയല്ല. മറ്റു സംസ്ഥാനങ്ങൾ കത്തിയെരിയുമ്പോഴും ഇവിടെയുള്ള ജനങ്ങൾ വളരെ ശാന്തമായിട്ടാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ ജീവിച്ചു പോന്നിരുന്നത്. പല വർഗീയ കലാപങ്ങളൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. ഒരുപാട് മനുഷ്യർ അതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ നാട് അതിൽ നിന്നും ഭിന്നമായിട്ട് എല്ലാവരും സാഹോദര്യത്തോടും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടിയൊക്കെ അങ്ങനെ ജീവിക്കുന്ന നാടാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത്. മനുഷ്യ സൗഹാർദ്ദവും മതസൗഹാർദ്ദവും ഒക്കെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നാട്. അതിനേക്കാളൊക്കെ മതത്തെക്കാളും ജാതിയേക്കാളും ഒക്കെ മനുഷ്യത്വ മുറുകെ പിടിക്കുന്നവരുടെ നാടാണ് നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ അറിയണം. ഓരോരോ സമയങ്ങളിൽ കേരള ജനത പ്രതികരിച്ച പ്രതികരണങ്ങളൊക്കെ നമ്മളൊന്ന് എടുത്തു നോക്കണം. നമ്മുടെ നാട്ടിൽ അടുത്തടുത്ത് ഉണ്ടായ ഓരോരോ സംഭവങ്ങൾ, അതിലൊക്കെ കേരള ജനത ഒന്നായി നിന്നുകൊണ്ടാണ് പ്രതികരിച്ചിരുന്നത്. മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അതേപോലെ മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇവിടെയുള്ള നമ്മൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ടത്. നമുക്കറിയാം, നൗഷാദിന്റെ സംഭവം കഥ നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു. പാവപ്പെട്ട ഒരു ഓട്ടോ ഡ്രൈവർ കോഴിക്കോട് മാൻഹോൾ വൃത്തിയാക്കാൻ വന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ, അവർ മുസ്ലിങ്ങളല്ല, വളരെ ചെറുപ്പക്കാരായ ആളുകൾ, ആന്ധ്രാപ്രദേശത്തിൽ നിന്നും വന്നവരാണ്. അവർ സുരക്ഷ ഒന്നും ശ്രദ്ധിക്കാതെ അവർ മാൻഹോളിലേക്ക് ഇറങ്ങി. ഇവിടെ വിഷവാതകം നിറഞ്ഞു നിൽക്കുകയായിരുന്നു, അതിൽ പിടഞ്ഞു മരിച്ചു. ഈ വാർത്ത കേട്ട് രണ്ടുപേർ അതിൽ ഉള്ളിൽ പെട്ടുപോയി എന്ന് വാർത്ത കേട്ട് വന്നുകൊണ്ട് എടുത്ത് ചാടിയ നൗഷാദും ആ അപകടത്തിൽ പെട്ടുപോവുകയാണ്. നൗഷാദ് ജാതി നോക്കിയില്ല, മതം നോക്കിയില്ല, സ്വന്തക്കാരാണെന്നോ ബന്ധുക്കളെന്നോ ഒന്നും നോക്കിയില്ല. അവിടെ മനുഷ്യത്വമാണ് നൗഷാദ്. ആ രണ്ട് ജീവനുകളാണ് നൗഷാദ് വില കൽപ്പിച്ചത്. അവിടെ നൗഷാദ് ആ അപകടത്തിൽ പെട്ടുപോവുകയാണ്. നൗഷാദിന്റെ കുടുംബം അനാഥരാകുന്നു. നമ്മൾ മനസ്സിലാക്കണം, അവിടെ ജാതിയും മതവും ഒന്നും നോക്കിയില്ല. ഇതാണ് മലയാളികൾ. ഒരു അപകടമുണ്ടായാൽ അവിടെ ജാതിയും മതവും ഒന്നും ഒരു സ്ഥാനവുമില്ല. രക്ഷപ്പെടുത്തുക എന്നത് മാത്രമാണ്. മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്നു. അതാണ് നമ്മുടെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, SMA ബാധിച്ച ഒരു കുട്ടി, മുഹമ്മദ് എന്ന് പറയുന്ന 1.5 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടി ആ കുട്ടിയുടെ മൂത്ത സഹോദരി, ജ്യേഷ്ഠ സഹോദരി അഫ്ര, 13 വയസ്സ്, അവൾക്കും ഇതേ അസുഖം തന്നെയായിരുന്നു. അപ്പോൾ അവൾ ആ അസുഖം, തൻ്റെ കുഞ്ഞനുജന്റെ ആ അസുഖവും കണ്ടിട്ട് അവൾ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഒരു പ്രസ്താവന നടത്തി, ഒരു യാചന നടത്തി. എൻ്റെ വേദന, ഞാൻ അനുഭവിക്കുന്ന വേദന എൻ്റെ കുഞ്ഞനിയന് ഉണ്ടാകരുത്. അതുകൊണ്ട് 5 നേരം പള്ളിയിൽ പോകുന്നവരും അമ്പലത്തിൽ പോകുന്നവരും ചർച്ചിൽ പോകുന്നവരും എല്ലാവരും എൻ്റെ കുഞ്ഞനിയന് വേണ്ടി സഹായിക്കണം എന്ന് ആ കുഞ്ഞു പറഞ്ഞപ്പോൾ എന്തായിരുന്നു പ്രതികരണം? 18 ലക്ഷം രൂപയുടെ മരുന്നാണ് വേണ്ടിയിരുന്നത്. ചില്ലറ ഒന്നുമല്ല,
1 ലക്ഷമൊന്നുമല്ല, 18 കോടി. 18 കോടി രൂപയുടെ മരുന്നാണ് ഒരു മരുന്നാണ് ആ കുട്ടിക്ക് വേണ്ടിയിരുന്നത്. അത് 2 വയസ്സിന് എത്തുന്നതിന് മുമ്പേ എടുക്കണം. ഇത് പറയുമ്പോൾ ഇനി ബാക്കി 4 മാസം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. ഇത് പറയുമ്പോൾ എല്ലായിടത്തുനിന്നും സഹായം പ്രവഹിച്ചു, എല്ലായിടത്തുനിന്നും. അവിടെ ജാതിയും മതവും ഒന്നും നോക്കിയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെ ആ കുഞ്ഞു ജീവന്റെ വിലയാണ് കൽപ്പിച്ചത്, വിലയാണ് നോക്കിയത്. ഇത് എന്താണ്, മറ്റു സംസ്ഥാനങ്ങളിലൊന്നും നമ്മളിത് കേൾക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. 18 കോടി എന്നല്ല, 34 കോടി രൂപ. 18 കോടിയും കഴിഞ്ഞ് രൂപകൾ വരാൻ തുടങ്ങി. 18 കോടിയും കഴിഞ്ഞും ആ പണം ഒഴുകി പിന്നെയും കോടികൾ വന്നു. അതിൻ്റെ പേരിൽ നിർത്താൻ അവസാനം അവർ പറഞ്ഞു, ഞങ്ങൾ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് അത് നിന്നത്. നോക്കുക സഹോദരങ്ങളെ, അവിടെയും നമ്മൾ നോക്കുന്നത് എന്താണ്, മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ എന്നല്ല, അങ്ങനെയുള്ള ഒന്നല്ല. മറിച്ച് ആ ഒരു കുഞ്ഞ് ജീവന്റെ വില കൽപ്പിക്കുകയാണ്. നമ്മൾ എല്ലാവരും സഹായിച്ചു. അങ്ങനെ ആ കുഞ്ഞിന് ആ മരുന്ന് എത്തിച്ചു കൊടുക്കുക. അഫ്ര മരിച്ചുപോയി. ഈ അടുത്ത് 13 വയസ്സുള്ള അഫ്ര മരിച്ചുപോയി. അള്ളാഹു ആ കുട്ടിക്ക് പരലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെയും കുഞ്ഞുമക്കളെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, ഏറ്റവും ലാസ്റ്റ് നടന്ന കാര്യം നമുക്കറിയാം. ഒരു പറവൂർ സ്വദേശിനി ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 ലക്ഷം രൂപ ബാങ്കിൽ വായ്പ എടുത്തു. അതങ്ങ് കൂടി. അത് ഈ 8 ലക്ഷവുമായി 8,25,000 ഒക്കെ ആയപ്പോൾ ബാങ്കുകാർ വന്നു വീട് ജപ്തി ചെയ്തു. ബാങ്കുകാർ വന്ന് വീട് ജപ്തി ചെയ്യുകയാണ്. അങ്ങനെ ഭർത്താവുമായി വേർപിരിഞ്ഞു കഴിയുന്ന ആ സ്ത്രീയും 2 മക്കളും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുകയാണ്. അവർ മീഡിയകളുടെ മുമ്പിൽ, വാർത്താ ചാനലുകളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് ആത്മഹത്യയല്ലാതെ വേറൊരു വഴിയുമില്ല. ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യാൻ അല്ലാതെ എനിക്ക് വേറൊരു മാർഗവും എൻ്റെ മുമ്പിലില്ല എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ മലയാളികളുടെയൊക്കെ അഭിമാനം എന്ന് പറയാവുന്ന ഒരു മനുഷ്യൻ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം ഇടപെടുകയാണ്. അദ്ദേഹം ഇടപെട്ടുകൊണ്ട് അതിനെ അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചു. ആ ബാങ്കുകാരുമായിട്ട് ബന്ധപ്പെട്ടു. മണപ്പുറം ഫിനാൻസ് എന്ന് പറയുന്ന ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ത്രീക്കുണ്ടായിരുന്ന എല്ലാ ബാധ്യതകളും തീർത്തു കൊടുത്തു. ഈ ജാതി നോക്കുകയാണെങ്കിൽ ഇയാൾ വേറെ ജാതി, അത് വേറെ ജാതിയാണ്. അത് അങ്ങനെയല്ല. അതാണ് ഞാൻ പറയുന്നത്. ഇതാണ് കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സ് എന്ന് പറയുന്നത്. ഒരു ആവശ്യം വന്നാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു നാടാണ് ഈ കേരള നാട്. ഇത് കേരളത്തിന് മാത്രം അവകാശപ്പെട്ടതുമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന, കേരളത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നമുക്കറിയാം, കേരള സ്റ്റോറി എന്നും പറഞ്ഞ് ഒരു സിനിമ കൊണ്ടുവന്ന് മുസ്ലിമീങ്ങളെയും അതേപോലെ മറ്റുള്ളവരെയും തെറ്റിക്കാൻ വേണ്ടി, തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ബോധപൂർവം നുണകൾ പറഞ്ഞുകൊണ്ട് ഇവിടെ പലരും ഒരു സിനിമയുമായിട്ട് കടന്നു വരികയുണ്ടായി. എന്താ പറഞ്ഞത്? ആ സിനിമയുടെ വൃത്തം എന്താണ്? 32,000 പെൺകുട്ടികളെ മതം മാറ്റി. ഏതൊരു ക്രൈസ്തവ മതത്തിൽ നിന്നും ഹൈന്ദവ മതത്തിൽ നിന്നുമുള്ള പെൺകുട്ടികളെ ഇത് പറഞ്ഞ്
മതത്തിലേക്ക് മതം മാറ്റം, മതപരിവർത്തനം നടത്തി. എന്നിട്ട് ISIS പോയി ചേർത്തു, യുദ്ധം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു കടന്നു വന്നു. അവസാനം വിവാദമായി സിനിമ. എവിടെ 32,000? ഇത് എന്താണ് ഇത്? ഇങ്ങനെ 32,000 എന്നൊക്കെ പറഞ്ഞാൽ എന്ത് കണക്കാണത്? അവർക്ക് ഈ 32,000 പേരുടെ കുടുംബം എവിടെ? അവരുടെ അച്ഛനും അമ്മയും ഒക്കെ എവിടെ? ആരാണ്, എവിടെയാണ്? തെളിയിക്കാൻ പറഞ്ഞു, ഒന്നുമില്ല. അവസാനം 32,000 പോയി 3 ആക്കിയത്. അത് 3 ആക്കേണ്ടി വന്നു, അവർക്ക് മാറ്റേണ്ടി വന്നു, തിരുത്തേണ്ടി വന്നു. 32,000 എന്ന് പറയുന്ന അങ്ങനെ സംഭവമില്ല എന്ന് എന്ത് ചെയ്തു? ബോധ്യപ്പെടുത്തേണ്ടി വന്നു. സഹോദരങ്ങളെ, ഇത്തരത്തിലാണ് നമ്മുടെ നാട്ടിലെ പല വിവാദ വിഷയങ്ങളും കൊണ്ടുവന്നുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രതി ചേർക്കുവാൻ ഉള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് നമ്മൾക്കും മനസ്സിലാവണം. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇതിൻ്റെ യഥാർത്ഥമായ വസ്തുത എന്താണ് എന്ന്, ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്താണ് എന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം നിഷ്പക്ഷരായ ആളുകൾ ഇതിൽപ്പെട്ട് വീണുപോകാൻ സാധ്യതയുണ്ട്. ഇത്തരം പ്രചാരണ വേലകൾക്ക് വശംവദരായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ വസ്തുത എന്ത് എന്നുള്ള കാര്യം നമ്മൾ ഈ നാട്ടിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. എന്താണ് ഇസ്ലാം എന്നുള്ള കാര്യം, എന്താണ് ഇസ്ലാമിൻ്റെ ആശയം എന്താണ് ഇസ്ലാം മതം ലോകത്തോട് പറയുന്നത് എന്നുള്ള കൃത്യമായ കാര്യം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ, ഓരോ ഇവിടെയുള്ള മതമേലധ്യക്ഷന്മാരും സന്യാസിമാരും അതേപോലെ മൗലവിമാരും അവരെല്ലാവരും അവരവരുടെ ആളുകളെ, അനുയായികളെ അവരുടെ യഥാർത്ഥമായ വേദഗ്രന്ഥം പഠിപ്പിക്കാൻ തയ്യാറാവുക. എന്നാൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. കൃത്യമായി അവരവരുടെ മതങ്ങളും വേദങ്ങളും പഠിപ്പിക്കാൻ തയ്യാറായാൽ, വേദങ്ങൾ അതേപോലെ ബൈബിൾ, ഖുർആൻ ഇതെല്ലാം ആളുകൾക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഭീകരവാദമോ തീവ്രവാദമോ അങ്ങനെ ഉള്ള ആരോപണമോ ഒന്നും ഉണ്ടാവുകയില്ല. പഴയ കാലത്തൊന്നും കേൾക്കാത്ത, പഴയ കാലത്തെ ആളുകൾ ജീവിച്ച ജീവിത രീതിയല്ല ഇന്ന് പുതിയ ആളുകൾ, പുതിയ തലമുറകൾ അവർ അകന്നു പോവുകയാണ്. പല വിധത്തിലും തമ്മിൽ അകറ്റാനുള്ള എല്ലാവിധ ശ്രമങ്ങളും എന്താണ് താൻ ഇന്നയാളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി കയ്യിൽ ചരടും അതും ഇതെല്ലാം കെട്ടി മനുഷ്യരെ വേർതിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കുട്ടികളുടെ മനസ്സിൽ വരെ അവർക്ക് ആയുധ പരിശീലനങ്ങൾ നൽകുന്നു. എന്തിനാണ് ഈ കുഞ്ഞു കുട്ടികൾക്ക് ആയുധ പരിശീലനം നൽകുന്നത്? എന്തിനാണ്? അതിൻ്റെ ആവശ്യം എന്താണ് നമ്മുടെ നാട്ടിൽ? അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ പഠിക്കുന്ന ഒരു കുട്ടിയും തീവ്രവാദത്തിലേക്ക് പോവുകയില്ല, ഭീകരവാദത്തിലേക്ക് പോവുകയില്ല. ഖുർആൻ കൃത്യമായി പഠിക്കുന്ന നമുക്ക് ഉത്തരവാദിത്വത്തോടു കൂടി പറയാൻ സാധിക്കും, ഒരു കുട്ടി കൃത്യമായി ഖുർആൻ പഠിച്ചാൽ ആ കുട്ടി മനുഷ്യ സ്നേഹമല്ലാതെ, മനുഷ്യ സാഹോദര്യമല്ലാതെ ആ കുട്ടി മറ്റൊന്നും പഠിക്കുകയില്ല. ഒരു കുട്ടിയെ വെറുക്കാനോ അതേപോലെ തന്നെ അങ്ങനെയുള്ള തീവ്രവാദത്തിലേക്ക്, ഭീകരവാദത്തിലേക്ക് കടന്നു പോകാനോ ആ കുട്ടിക്ക് ഒരിക്കലും സാധിക്കുകയില്ല. കാരണം അതാണ് ഖുർആന്റെ ഉള്ളടക്കം. നോക്കുക, വിശുദ്ധ ഖുർആനിലെ 107-ാമത്തെ അധ്യായം സൂറത്തുൽ മാഊൻ. എന്താണ് അതിന്റെ അർത്ഥം? പരോപകാര വസ്തുക്കൾ. മാഊൻ എന്ന് പറഞ്ഞാൽ പരോപകാര വസ്തുക്കൾ. നമുക്കെല്ലാവർക്കും കാണാപ്പാടമുള്ള സൂറത്താണ്. ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. നമുക്കൊക്കെ സുപരിചിതമായ മനഃപ്പാഠമുള്ള ഒരു അധ്യായമാണ്, എല്ലാവർക്കും അറിയാം. എന്താണ് അതിന്റെ അർത്ഥം? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ, ദീനിനെ വ്യാജമാക്കുന്നവൻ ആര് എന്നത് നീ കണ്ടുവോ? ദീനിനെ വ്യാജമാക്കുന്നവൻ ആരാണെന്ന് നീ കണ്ടുവോ എന്ന് അല്ലാഹു ചോദിച്ചുകൊണ്ട് പറയുകയാണ്. ഫദാലികല്ലദീ യദ്ഉൽ യതീം, അനാഥ കുട്ടിയെ തള്ളിക്കളയുകയും വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം ചെയ്യാത്തവരുമാണവർ. പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം ചെയ്യാത്തവരുമാണവർ. ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താണ്? പഠിപ്പിക്കുന്ന ആശയം എന്താണ്? ഇവിടെ അനാഥ കുട്ടികളെ എടുത്തു പറയുകയാണ്. അതേപോലെ തന്നെ പാവപ്പെട്ടവരായ മിസ്കീന്മാരായ ആളുകളെ എടുത്തു പറയുകയാണ്. അവിടെ ഒന്നും ഖുർആൻ മുസ്ലിമായ മിസ്കീനെന്നോ മുസ്ലിമായ യതീമെന്നോ ഒന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ഖുർആനിൽ എത്രയോ അധ്യാപനങ്ങൾ, എത്രയോ ആയത്തുകൾ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് മനുഷ്യത്വത്തോട് ഒട്ടി നിൽക്കുന്ന കാര്യങ്ങളാണ് ഖുർആൻ നമ്മളോട് ഉൾഘോഷിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഖുർആൻ എന്ത് ഒരു ഭാഗത്ത് മാത്രം പറഞ്ഞില്ലല്ലോ. അങ്ങനെ മുസ്ലിങ്ങൾ മാത്രം എന്ന് പറയണ്ടേ? മുസ്ലിങ്ങളായ യതീം എന്ന് പറയണ്ടേ? മുസ്ലിങ്ങളായ മിസ്കീൻ എന്ന് പറയണ്ടേ? പറഞ്ഞില്ല. അനാഥ കുട്ടി, അതാരുമാകാം. ഹൈന്ദവന കുട്ടികളാകാം, ഹൈന്ദവരാകാം, ക്രൈസ്തവരാകാം, മുസ്ലിങ്ങളാകാം. അതാണ് മാനവികത എന്ന് പറയുന്നത്. ഖുർആനിന്റെ മാനവികതയാണത്. എല്ലാവരെയും മനുഷ്യരായി കാണുന്ന, മനുഷ്യരായി കാണാൻ പഠിപ്പിക്കുന്ന മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇത് പഠിക്കുന്ന ഒരു മദ്രസ വിദ്യാർത്ഥി അവന്റെ ജീവിതത്തിൽ പാവപ്പെട്ടവരെ തള്ളിവിടുമോ? അനാഥ കുട്ടി ആരുമാവട്ടെ, ബെഞ്ചിലിരുന്ന് ഒരേ ബെഞ്ചിലിരുന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ കൂടെ ഇരിക്കുന്നവർ എല്ലാവരും ഉണ്ടാവും, എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും ഉണ്ടാവും. നമ്മളോടൊപ്പം അവരുമായിട്ട് നമ്മൾ കളിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത്. അപ്പോ സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര, ശാന്തിയും സമാധാനവും. ഇത് തെറ്റിദ്ധരിച്ചു പോയവരെ, തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടു പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. അവിടെ വർഗീയതയ്ക്കോ വിഭാഗീയതയ്ക്കോ ഒന്നും ഒരു സ്ഥാനവും ഒരു മതവും പഠിപ്പിക്കുന്നില്ല. ഇവിടെ പിന്നെ എന്താണ് ഇവിടെ നടക്കുന്നത്? അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ കളികളാണ്. ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായാൽ അത് മുസ്ലിങ്ങളുടെ തലക്ക് കെട്ടിവെക്കാനാണ് പലരും ആഗ്രഹിക്കുന്നത്. ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായാൽ ഉടനെ പല ഇന്ന ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഘങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം ആരാണ് എവരാണ് ഒന്നും അറിയില്ല. നമ്മുടെ പട്ടാളക്കാർ മരിക്കുന്നു, ബോംബ് സ്ഫോടനത്തിൽ മരിക്കുന്നു. അതിൻ്റെയൊക്കെ കൃത്യമായ അന്വേഷണം നടത്തിയാൽ യഥാർത്ഥ പ്രതികൾ ആരാണ് എന്ന് നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഒരു മുസ്ലിമും അത് ചെയ്യുകയില്ല. ഒരാളെയും ഒരു മുസ്ലിമിന് നിരപരാധിയായ ഒരാളെ കൊല്ലാനും ഒരു മുസ്ലിമിന് സാധിക്കുകയില്ല. ഇവിടെ പല സ്ഫോടനങ്ങളും ഉണ്ടായി നമ്മുടെ നാട്ടിൽ. മാലേഗാവ് സ്ഫോടനം, മക്ക മസ്ജിദ് സ്ഫോടനം, മക്ക മസ്ജിദ്, ഹൈദരാബാദിലെ മക്ക മസ്ജിദ് സ്ഫോടനം ഉണ്ടായി, മാലേഗാവ് സ്ഫോടനമുണ്ടായി. അതേപോലെ തന്നെ പല സ്ഫോടനങ്ങളും. ആരെയൊക്കെയാണ് പിടിച്ചത് നമുക്ക് അറിയാമല്ലോ, അല്ലേ? നല്ലൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് കൃത്യമായിട്ട് അന്വേഷിച്ചു. അതിന്റെ പിന്നിൽ ആരാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി. അയാളും പിന്നീട് മുംബൈ ആക്രമണത്തിൽ അയാൾ കൊല്ലപ്പെടുകയാണ്. ആ പോലീസ് ഓഫീസർ സത്യസന്ധനായ പോലീസ് ഓഫീസറായിരുന്നു.
അതുകൊണ്ട് തന്നെയാണ് അയാളെ കൊന്നുകളയുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉത്തരവാദിത്വത്തോടുകൂടി പറയാൻ കഴിയും, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയും. ഒരിക്കലും അവന്റെ ഭാഗത്ത് നിന്ന്, മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ നാടിന് ഒരു വിധത്തിലുള്ള പ്രയാസം ഉണ്ടാവുകയില്ല. ഇത് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയും. അങ്ങനെയാണ്, ആ രീതിയിലാണ് അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അധ്യാപനങ്ങൾ. ഒരിക്കലും പരിധി വിട്ടു പ്രവർത്തിക്കാൻ മുസ്ലിങ്ങൾക്ക് അനുവാദമില്ല, കൊല്ലാൻ അത് അനുവാദമില്ല. ഒരു യുദ്ധത്തിൽ ഒരു സഹാബി മറ്റൊരാളെ കൊന്നു. ആ മറ്റേയാൾ രക്ഷപ്പെടാൻ വേണ്ടി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. രക്ഷപ്പെടാൻ വേണ്ടിയാണ് പറഞ്ഞത്. അയാളെ ഇദ്ദേഹം വധിച്ചു. പ്രവാചകന്റെ മുമ്പിൽ ഈ വാർത്ത എത്തി. പ്രവാചകൻ അയാളെ വിളിച്ചു. പ്രവാചകൻ വിളിച്ചിട്ട് അയാളെ ശാസിച്ചു, നീ എന്തിനാണ് അയാളെ കൊന്നത് എന്ന്. പ്രവാചകരെ, അയാൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ്, അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണത്. പ്രവാചകൻ പറഞ്ഞു, നിനക്കറിയുമോ അയാളുടെ ഉള്ളിൽ അറിയുന്നവനാണോ നീ? ഇതിങ്ങനെ ആവർത്തിച്ചപ്പോൾ ഈ മനുഷ്യൻ വിചാരിച്ചു പോയി, ഞാനൊരു മുസ്ലിം അല്ലാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ആ സമയം വരെ ഞാനൊരു മുസ്ലിം അല്ലാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അയാൾ ചിന്തിച്ചു പോയി എന്ന്. പ്രവാചകൻ അയാളെ വഴക്കു പറഞ്ഞു, ശാസിച്ചു. അപ്പൊ ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം മതം ആ രീതിയിലാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് കൃത്യമായി നമ്മൾ ഇസ്ലാം എന്താണ് എന്ന് നമ്മൾ പഠിക്കുക, കൃത്യമായി പഠിക്കുക. അത് മറ്റുള്ളവർക്ക് അത് ഇസ്ലാമിനെ നല്ലതുപോലെ പ്രതിനിധാനം ചെയ്തുകൊണ്ട്, ഇതാണ് ഇസ്ലാം, ഞാനാണ് മുസ്ലിം എന്ന് പറയാൻ, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറയാൻ, ഞാനൊരു മുസ്ലിമാണ് എന്നും പറയാനും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ സാധിക്കണം. എല്ലാം വിശ്വസിക്കുന്ന തലത്തിലേക്ക് മാറണം. ആ രീതിയിൽ നമ്മൾ യഥാർത്ഥ മുസ്ലിമീങ്ങളായി, വിശ്വാസികളായി നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, MSM നടത്തി വരുന്ന ഹൈസക്ക് ഇൻഷാ അല്ലാഹ് 8-ാം തീയതി ഞായറാഴ്ച ചുറ്റുമൂല ജമാഅത്ത് ഹാളിൽ വെച്ച് നടക്കുകയാണ്. MSM എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, വിദ്യാർത്ഥി സംഘടനകളാണ്. ആ വിദ്യാർത്ഥി സംഘടനയുടെ എല്ലാ വർഷവും എല്ലാ ജില്ലകളിലും നടന്നു വരുന്ന ഒരു കൂട്ടായ പരിപാടിയാണ് ഹൈസക്ക് എന്ന് പറയുന്നത്. 8-ാം ക്ലാസ് മുതൽ പ്രീ ഡിഗ്രി തലം വരെയുള്ള പ്ലസ് 1 പ്ലസ് 2 തലത്തിൽ വരെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അവർക്ക് നൽകുന്ന അവരുടെ ദിശാസൂചകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് വളർന്നു വരേണ്ടത്, എങ്ങനെ ഒരു നല്ലൊരു ദീനിയായി ജീവിക്കാം എന്നെല്ലാം കൃത്യമായി പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ മഹത്തായ ഒരു പരിപാടിയാണത്. അതുകൊണ്ട് നമ്മൾ ഒക്കെ ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ അതിലേക്ക് എത്തിക്കുവാൻ ഓരോ പിതാവിനും സാധിക്കണം. ആ പ്രായത്തിലുള്ള മക്കൾ നമുക്കുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അത് നഷ്ടപ്പെട്ടു പോകുന്നത് മിസ്സാകരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതുകൊണ്ട് അതിലേക്ക്
വേണ്ടി നേരത്തെ തന്നെ അതിൻ്റെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്താൽ അതിലേക്ക് പിന്നെ അഡ്മിഷൻ സ്വീകരിക്കാൻ സാധിക്കും, അതിലേക്ക് പങ്കെടുക്കാൻ സാധിക്കും. നമുക്ക് അതിൻ്റെ നമ്പർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. 8-ാം തീയതി ഞായറാഴ്ച, ഡിസംബർ 8-ാം തീയതി ഞായറാഴ്ചയാണ്. നമ്മുടെ കുട്ടികളെ അതിലേക്ക് പങ്കെടുപ്പിക്കണം. ഈ പറഞ്ഞതുപോലെ പല വിധത്തിലുള്ള നമ്മളിപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഈ വരുന്ന തലമുറയാണല്ലോ. ഇവരാണ് നാളത്തെ ഈ ദീനിൻ്റെ സംരക്ഷകരായിട്ട് നിൽക്കേണ്ടത്. ഈ കുട്ടികളായിരിക്കണം. പക്ഷേ അവരെ പോലും അവിടെ നിന്നും ബ്രാഞ്ചാൻ, അവരെ പിന്നെ മാറ്റിക്കൊണ്ടുപോകാൻ ഇവിടെ പല സംഘടനകളുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ തട്ടം ഊരിക്കളയാൻ ഒക്കെ അങ്ങനെ ആഹ്വാനം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. തട്ടം വലിച്ചെറിഞ്ഞുകൊണ്ട് വളരുക, തട്ടമില്ലാതെ വളരുക, ഫുൾ ഫ്രീ ആയിട്ട് അങ്ങ് വളരുക എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വളരെ ചതിയിലും കെണിയിലും ഒക്കെയാണ് ഈ മക്കൾ പോയി വീഴുന്നത്. ഈ കഞ്ചാവും അതേപോലുള്ള ലഹരി മരുന്നുകളുടെയൊക്കെ ഉപയോഗത്തിലേക്കൊക്കെ അതിനൊന്നും ഒരു തടസ്സവുമില്ല. എല്ലാം നിങ്ങൾ ഫ്രീ ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ മതത്തിൻ്റെ വേലിക്കെട്ടുകൾ പൊളിച്ച് അങ്ങനെ അവരെ സ്വൈര്യവിഹാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓരോ രക്ഷകർത്താവും അറിയണം, ഓരോ രക്ഷകർത്താവും മനസ്സിലാക്കണം. ഇപ്പം ഈ മഴവില്ല് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്, അവർ ഈ എല്ലാം ഫ്രീ ആണ്. അങ്ങനെ ഒരു സംഘടനകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇഷ്ടതരത്തിലുള്ള കളറുകൾ, നിറങ്ങളൊക്കെ ചാർത്തിക്കൊണ്ട് എന്തിനും തിരഞ്ഞെടുക്കാന്നുള്ള അതിൽ പിന്നെ ഈ ഫ്രീഡം അതാണ് ഉദ്ദേശിക്കുന്നത്. അവരെ എന്താണ് ഇബ്ലീസ് ചെയ്യുന്നത്? ഒരു മനുഷ്യനെ നരകത്തിലെത്തിക്കുക എന്നതാണ് ഇബ്ലീസിന്റെ അവസാനത്തെ ശ്രമവും. ഒരു മനുഷ്യനെ എങ്ങനെ നരകത്തിലെത്തിക്കാം എന്നതാണ് അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം സഹോദരങ്ങളെ, ഇതിൽ നിന്നെല്ലാം നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ രക്ഷപ്പെട്ടുകൊണ്ട് അവർക്കും നമുക്കും ഈ ഇഹലോകത്തും നാളെ പരലോകത്തും രക്ഷ ലഭിക്കണം, സ്വർഗപ്രവേശനം നേടണം. നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണല്ലോ. ആ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അവരെ കൃത്യമായ ആ ലക്ഷ്യസ്ഥാനത്തിലൂടെ സഞ്ചരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ആ വഴിയിലൂടെ, ഹിദായത്തിന്റെ വഴിയിലൂടെ, സിറാത്തുൽ മുസ്തഖീമായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മുടെ മക്കൾക്ക് പിതാവെന്ന നിലയിൽ നമുക്ക് ബാധ്യതയുണ്ട്. ഒരു ഉമ്മ എന്ന നിലയിൽ നമുക്ക് അവരോട് നിർവഹിക്കാൻ ഭക്ഷണമോ തീറ്റിയോ അവരുടെ സമയാസമയങ്ങളുള്ള കാര്യങ്ങളൊന്നും മാത്രമല്ല, തൻ്റെ കുട്ടി മരണപ്പെട്ടു പോയാൽ ആ കുട്ടിക്ക് സ്വർഗം കിട്ടുമോ എന്നതായിരിക്കണം ബേജാറാവേണ്ടത്, പ്രയാസപ്പെടേണ്ടത് ആ കാര്യത്തിലായിരിക്കണം. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് നടക്കാൻ പോകുന്ന ഐസക്കിൽ നമ്മുടെ എല്ലാ കുട്ടികളെയും ചേർക്കാൻ നമ്മൾ പേര് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നമുക്ക് സമാധാനം നൽകുന്ന, കൺകുളിർമ നൽകുന്ന മക്കളായി മാറാൻ അല്ലാഹു നമ്മുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെടുമ്പോൾ ഈമാനോടുകൂടി മരിക്കുവാനും മുസ്ലിമായി ജീവിക്കുവാനും, അല്ലെങ്കിൽ മുസ്ലിമായി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ഷർറുകളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله